100 എന്നുള്ളതാണ്. ഡോക്ടർ ജി ഗോപകുമാർ, ഇവിടെ യു ഡി എഫിന് അനുകൂലമായ പല ഘടകങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഈ തിളക്കമാർന്ന ഒരു വിജയം നേടിയതിന് തൊട്ടു പിന്നാലെ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അടിപിടിയോ ഈ സീറ്റിനുമായിട്ടുള്ള ഓട്ടമോ ഒന്നും തുടങ്ങിയിട്ടില്ല. നിലവിൽ വയനാട് ക്യാമ്പ് വെച്ച് നോക്കുമ്പോൾ നല്ല ഐക്യത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. തരൂരിൻ്റെ സാന്നിധ്യം പോലും അതിലേക്കാണല്ലോ വിരൽ ചൂണ്ടുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. നിലവിലുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ 100 എന്നുള്ളത് ഒരു എക്സാജറേറ്റഡ് കണക്കല്ല എന്നാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഈ തിരഞ്ഞെടുപ്പ് പ്രവചനത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഏതാണ്ടൊരു 120 ദിവസം കഴിഞ്ഞ് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോഴേ പ്രവചിക്കുക, വിലയിരുത്തുക എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുമുണ്ട്. എന്നാലും കേരള രാഷ്ട്രീയം പരിശോധിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് വരുന്ന വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്ന അത്ഭുതങ്ങളും ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങളുടെ ചർച്ച ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 1967 119 സീറ്റാണ് 133 സീറ്റിൽ അന്നത്തെ ഐക്യമുന്നണി ഇടതുമുന്നണിക്ക് കിട്ടിയത്. 100 സീറ്റ് വരെ കോൺഗ്രസ്സിന് കിട്ടുമെന്ന് പറഞ്ഞ ഒരു വലിയൊരു നേതാവുണ്ടായിരുന്നു. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്ര നേരത്തെ നമുക്ക് പൂർണ്ണമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. വളരെ വാസ്തവമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി യു ഡി എഫിന് അനുകൂലമാണ്. അത് ഇടക്കാല തിരഞ്ഞെടുപ്പുകളിലെ പ്രവണത, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ വിധിയെഴുത്ത്, ഭരണവിരുദ്ധ വികാരം എന്താണെന്ന് നന്നായി മനസ്സിലാക്കിയ സാഹചര്യങ്ങൾ, അതിന് പുറമെ ശബരിമലയിലുണ്ടായ സംഭവങ്ങൾ, ഒടുവിൽ ആൻ്റണി രാജുവിൻ്റെ ആക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ നിലവാരം, ഈ ട്രെൻഡ് നിലനിൽക്കുമെങ്കിൽ 100 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്ത് കണ്ടീഷൻസ് പലതുണ്ട്. ഒന്ന്, യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ മൊറയിൽ അന്ന് വരെ നിലനിർത്തണം. 2, കോൺഗ്രസ് നേതാക്കന്മാരുടെ കടിപിടി വരാൻ പാടില്ല. 3, ഒളിഞ്ഞോ തെളിഞ്ഞോ പരസ്പരം തോൽപ്പിക്കുന്ന പ്രവണത 2011 പോലെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല കണ്ടീഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയേ ആ 100ൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പാർട്ടി അണികൾക്കത് പറയണം. കാരണം അണികൾക്ക് കൂടുതൽ മൊറൽ ബൂസ്റ്റർ ഉണ്ടാകാൻ അത് വളരെ വാസ്തവമാണ്, ആവശ്യമാണ്. ഇടതുമുന്നണി ഘടനാപരമായി ഐക്യജനാധിപത്യ മുന്നണിയേക്കാൾ വളരെ ശക്തവും ക്രോഡീകരിച്ചതുമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയിട്ടും 60 മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ശക്തമാണെന്ന് ഇവിടെ തെളിഞ്ഞു. മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചല്ലോ, 80-60 എന്നുള്ളൊരു ബാലൻസിൽ പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. എന്നാലും കുറച്ചുകൂടി കഴിയുമ്പോൾ കാറ്റ് എങ്ങോട്ടാണ് വലുതായിട്ട് വീശുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു ത്രികോണ മത്സര സാഹചര്യങ്ങൾ വളരെ വ്യക്തമായി ഒത്തിരി മണ്ഡലങ്ങളിൽ വരുമ്പോൾ, ഇവിടെ നേരത്തെ തന്നെ നമ്മുടെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ന്യൂനപക്ഷ വിരുദ്ധ വികാരവും ഭൂരിപക്ഷ വിരുദ്ധ വികാരവും ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റ് എങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുക്കും? 10 വർഷം ഭരിച്ചൊരു ഗവൺമെൻറ്റിനെ വീണ്ടും 5 വർഷം കൂടി 15 വർഷത്തേക്ക് കൊടുക്കണോ? അതോ ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ആ പ്രതീക്ഷയിലിപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ഘടനാപരമായിട്ട് ദുർബലമാണെങ്കിൽ പോലും പഞ്ചായത്തിൽ ഇത്രയും സീറ്റുകൾ നേടിയ സ്ഥിതിക്ക് യു ഡി എഫിന് വിജയിക്കാനുള്ള സാധ്യത ഏറെയാണ്. അല്ല, അങ്ങനെ ഘടനാപരമായിട്ടും സംഘടനാപരമായിട്ടും ദുർബലമായിരുന്ന ഒരു സമയത്ത് പോലും ഇത്രയും തിളക്കമാർന്ന വിജയം ഉണ്ടാകുമ്പോൾ അതിന് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ്, സാമുദായിക സമവാക്യങ്ങൾ എന്നതിനുമൊക്കെ അപ്പുറം ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു വലിയ ഘടകമായിരിക്കുമല്ലോ ഡോക്ടർ ജി ഗോപകുമാർ. അതെ, നിശ്ചയമായിട്ടും. കാരണം അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രകടമായ കാര്യം. ഈ ഭരണവിരുദ്ധ വികാരം ശക്തമായി വീശുന്നുള്ളൊരു തർക്കമില്ല. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം ഇതിൽ ആത്മവിശ്വാസം അതിര് കവിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് എവിടെ കൊണ്ടെത്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായ ആത്മവിശ്വാസം, ആ മൊറൽ ബൂസ്റ്റർ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. എനിക്കത് ഇവിടെ നിന്നത് ഫീൽ ചെയ്യാം. അവർക്കത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരുമിച്ച് നിൽക്കണം. ഈ സാഹചര്യം തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും ഈ ഐക്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരുപക്ഷെ പറ്റുമായിരിക്കാം. ഇടതുമുന്നണിയെ കുറച്ച് കാണിക്കാനല്ല ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, സ്ട്രക്ചറൽ സ്ട്രെങ്ത് ഇടതുപക്ഷത്തിനുള്ളത് കൊണ്ട് അവർ പരാജയപ്പെട്ടാലും ഈ വലിയ രീതിയിലുള്ളൊരു കടപുഴുകൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോഴേ പ്രവചിക്കാനാവില്ല. ഞാൻ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കണം എന്നുള്ളൊരവസ്ഥയാണ്. കാരണം കേരള രാഷ്ട്രീയം എപ്പോഴും അവസാന മിനിറ്റുകളിൽ കാണിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല.
അതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. അന്ന് കോൺഗ്രസ് 133 സീറ്റിൽ 67 മത്സരിച്ചപ്പോൾ 100 സീറ്റ് കിട്ടുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു. മറുവശത്ത് ഐക്യമുന്നണി വളരെ സ്ട്രക്ചറലി വളരെ സ്ട്രോങ് ആണ്. കോൺഗ്രസ് ഭരണവിരുദ്ധ വികാരം ശക്തമായി വന്ന 67. അപ്പോൾ നേരെ തിരിച്ച് 9 സീറ്റാണെന്ന് കോൺഗ്രസ്സിന് കിട്ടിയത്. അപ്പോൾ അതേപോലെ ഇടതുപക്ഷത്തിന് 77, CPM-ന് 14 സീറ്റായി കുറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിനകത്ത് ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ 2011 തീർച്ചയായിട്ടും UDF ഉറപ്പായിട്ട് വരുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിട്ട് എന്തുകൊണ്ടാണ് 2 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയെന്ന് ആലോചിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പോലും പഠനങ്ങൾ പോലും വ്യക്തമായി 90 സീറ്റിനപ്പുറം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വിധി വന്നപ്പോൾ അവസാനം 72-68 എന്നുള്ള നിലയിലേക്ക് പോയി. അതിൻ്റെ കാര്യം പറയാം, പരസ്പരം ഗ്രൂപ്പ് കളിച്ച് പരസ്പരം തോപ്പിച്ചുകൊണ്ടാണ്. ഞാൻ അതുകൊണ്ട് അമിത ആത്മവിശ്വാസം ആപത്താണ്. അത് UDF-ഉം കോൺഗ്രസും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേസമയം ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെതിരെയുള്ള കാറ്റ് ശക്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ശരി, ശ്രീ MS വേണുഗോപാൽ.